നമസ്കാരം. ഞാൻ ചിറക്കര മധു. കഴിഞ്ഞൊരു ദിവസം ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. എൻ്റെ ഒരു സുഹൃത്ത് കണ്ണിൽ ക്യാൻസർ ബാധിച്ചു മരിച്ചു. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പം മുതൽ എനിക്ക് ഉള്ളൊരു അങ്കലാപ്പായി. ഇത് മൊബൈലിൽ നിന്നുള്ള റേഡിയേഷൻ കൊണ്ടായിരിക്കുമോ കണ്ണിൽ ക്യാൻസർ വന്നത് എന്നാണ് ഇതിൻ്റെ സംശയം. കാരണം ചില അവസരങ്ങളിലൊക്കെ രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത് മൊബൈലിൽ സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങുന്നൊരു പതിവുണ്ട് ഇരുട്ടത്ത്. ഇനി ആ റേഡിയേഷൻ കൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് കണ്ണിൽ ക്യാൻസർ ബാധിച്ചത് എന്നായിരുന്നു എൻ്റെ സംശയം. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തീരുമാനിച്ചു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ അറിവുകൾ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാം എന്ന് കരുതി അപ്രകാരമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഉള്ള റേഡിയേഷനുകൾ കണ്ണിലെ ക്യാൻസറിന് കാരണമാവുകയില്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ, ശക്തിയേറിയ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പതനം, എക്സ്പോഷർ കണ്ണിലെ ക്യാൻസറിന് കാരണമാവാം. അത് കൂടുതലും സൂര്യപ്രകാശത്തിൽ നിന്നോ മറ്റ് ഇൻഡസ്ട്രിയലായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സമ്പർക്കം വരുന്ന ആളുകളിലൊക്കെയാണ് അത് വരാൻ സാധ്യതയുള്ളൂ. അല്ല മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നിന്നുള്ള നീല വെളിച്ചം, അതിനെ ബ്ലൂ ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ബ്ലൂ ലൈറ്റിൽ ചെറിയ തോതിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കണ്ണിന് ക്യാൻസർ വരാൻ തക്കവണ്ണമുള്ള അപകടകാരിയായ റേഡിയേഷൻ അല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. എന്നാൽ എനിക്ക് സമാധാനം തരാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും അത്ര സമാധാനത്തോടു കൂടിയല്ല ആ പഠനം അവസാനിച്ചത്. കാരണം ഇരുട്ടത്ത് ദീർഘസമയം മൊബൈൽ വീഡിയോ കാണുന്നത് കണ്ണിന് അത്ര ശുഭകരമല്ല എന്നതാണ് ലഭിച്ച വാർത്ത. കാരണം ഇതാണ്, 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നാം ഉറങ്ങുന്ന സമയത്താണ് മൊബൈൽ കാണുന്നതെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ അപകടം ഉറക്കം നമ്മിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എത്ര സമയം മൊബൈലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത്ര അകലെ ആയിരിക്കും നിങ്ങളുടെ ഉറക്കം. അതിന് കാരണമായി പറയപ്പെടുന്നത്, നാം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഊർജ്ജസ്വലമായിരിക്കും. ഊർജ്ജസ്വലമായ തലച്ചോറോട് കൂടിയ ഒരാളിന് ഉറക്കം വരികയില്ല. അപ്പം നമുക്ക് ഉറങ്ങണമെങ്കിൽ ശാന്തമായ, ജോലിരഹിതമായ, പ്രവൃത്തിരഹിതമായ ഒരവസരത്തിൽ അങ്ങനെ ഇരിക്കുന്ന തലച്ചോറിന് മാത്രമേ ഉറക്കം വരികയുള്ളൂ. അപ്പം നാം മൊബൈലിൽ എന്തെങ്കിലും വീഡിയോയോ മറ്റു കാര്യങ്ങളോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണും നമ്മുടെ തലച്ചോറും അലർട്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ തലച്ചോറിൽ നമ്മെ ഊർജ്ജസ്വലമാക്കാനുള്ള ചില എൻസൈമുകൾ, ചില രാസവസ്തുക്കൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഇതുമൂലം ഒരു കാരണവശാലും നമുക്ക് ഉറക്കം വരികയില്ല. അതുകൊണ്ടാണ് മൊബൈലിൽ വീഡിയോ കണ്ട് ഉറങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ പോലും ഉറക്കം വരികയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? അത് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അത് മനസ്സിലായ ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഉറങ്ങണം എന്ന് നിങ്ങൾ 11 മണിക്ക് ഉറങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ 10 മണിക്ക് ശേഷം സ്ക്രീൻ ഉപയോഗിക്കരുത്. അത് ടെലിവിഷനാവാം, കമ്പ്യൂട്ടറാവാം, മൊബൈലാവാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഉറക്കം വരാൻ വേണ്ടിയിട്ട് മൊബൈൽ കണ്ട് കിടക്കരുത്. അത് നമ്മളെ ഉറക്കത്തെ അത്രയ്ക്ക് അകറ്റും. ഇനി രണ്ടാമത് എന്നെ അലോരസപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, മൊബൈലിലെ വീഡിയോ തുടർച്ചയായി നമ്മൾ കാണുന്നു അല്ലെങ്കിൽ മൊബൈൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന മറ്റൊരു അപകടം, സാധാരണഗതിയിൽ നമ്മുടെ കണ്ണ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് പോലും എൻ്റെ കണ്ണ് അടഞ്ഞു തുറക്കുന്നുണ്ട്. അതിനെ ബ്ലിങ്കിങ് എന്ന് പറയും. നമ്മൾ ഐലിഡ് ബ്ലിങ്ക് ചെയ്യുന്നു പറയും. ഈ കണ്ണിമകൾ ഇമ വെട്ടുന്നത് ഒരു മിനിറ്റിൽ ഏകദേശം 15, ഒരു ആവറേജ് 15 തവണയാണ്. എന്നാൽ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വന്ന് 5 or 6 തവണയെ ഒരു മിനിറ്റിൽ കണ്ണ് ബ്ലിങ്ക് ചെയ്യുള്ളൂ. കാരണം നമ്മൾ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കും, കണ്ണ് ബ്ലിങ്ക് ചെയ്യത്തില്ല. ഈ കണ്ണ് എന്തിനാണ് ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതിന് അനുസരിച്ചാണ് കണ്ണിനകത്ത് ഈർപ്പം കൊടുക്കുന്ന ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കണ്ണിനകത്ത് ഈർപ്പം കൊടുക്കണമെങ്കിൽ കണ്ണിൻ്റെ ബ്ലിങ്കിങ് നടക്കണം. ഇത് നടക്കാത്തത് കൊണ്ട് ഈർപ്പം കുറയുകയും കണ്ണിനുള്ളിൽ വരൾച്ച, ഡ്രൈനെസ് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ കണ്ണ് ഡ്രൈ ആകുമ്പോൾ വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണിന് ചൊറിച്ചിലുണ്ടാവും, വേദനയുണ്ടാവും, മറ്റു പല അസ്വസ്ഥതകളും ഉണ്ടാവും. അത് ഒരുപക്ഷെ പിറ്റേ ദിവസമായിരിക്കും നമുക്കത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ നീല വെളിച്ചം ആണ് ഇതിനകത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞല്ലോ. മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ വരുന്ന വെളിച്ചത്തെ ബ്ലൂ ലൈറ്റ് എന്ന് വിളിക്കും. ഇത് ഇരുട്ടുള്ള സമയത്ത് നേരിട്ട് കണ്ണിൽ പതിക്കുന്നത് നല്ല ഒരു ലക്ഷണമല്ല.
അത് നമ്മുടെ കണ്ണിന് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കണ്ണിനകത്ത് നീര് വരാനൊക്കെ കാരണമായി തീരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് രാത്രിയിൽ മൊബൈൽ കാണണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിലും സ്ക്രീനിലും മറ്റൊരു വെളിച്ചം, ഒരു മങ്ങിയ വെളിച്ചമെങ്കിലും പതിക്കത്തക്ക രീതിയിൽ മാത്രമേ നാം മൊബൈലോ കമ്പ്യൂട്ടറോ കാണാവൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണിന് ഈ വെളിച്ചം, വെളിയിൽ നിന്ന് വരുന്ന വെളിച്ചം ഈ നീല വെളിച്ചത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ആ ഒരു അപകടാവസ്ഥ കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കണ്ണിലുണ്ടാകുന്ന ക്യാൻസർ മൊബൈൽ കാണുന്നതുമായി ബന്ധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ രാത്രിയിൽ ഇരുട്ടത്ത് ദീർഘനേരം നമ്മൾ മൊബൈലോ കമ്പ്യൂട്ടറോ കാണുന്നത് നമ്മുടെ കണ്ണിനത്ര സുഖദായകമല്ല. അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ വിവരം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം.